ബിഗ് ബോസ് മലയാളം സീസൺ 7 4-ാം ദിവസം ബിഗ് ബോസ് വീട്ടിൽ സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നായിരുന്നു പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന ടാസ്കിന്റെ ഭാഗമായി രാത്രി സമയം ബിഗ് ബോസ് വീടിന് പുറത്ത് കഴിയുന്ന 4 മത്സരാർത്ഥികളിൽ ഒരാളെ വീക്കിലി ടാസ്കിലെ തൻ്റെ പെർഫോമൻസ് കൊണ്ട് അക്ബറിന് കിട്ടിയ ഗോൾഡ് കോയിൻ്റെ പ്രത്യേക പവർ ഉപയോഗിച്ച് അവരിൽ ഒരാളെ മാറ്റി പകരം മറ്റൊരാളെ ആക്കാൻ അവസരം കിട്ടുന്നു. അങ്ങനെ അവസരം ലഭിക്കുന്ന അക്ബർ ഷാനവാസിനെ മാറ്റി പകരം രഞ്ജിത്ത് മുൻഷിയെ അതിലേക്ക് നിയോഗിക്കുന്നു. ഈ വിഷയം പിന്നീട് ബിഗ് ബോസ് വീട്ടിലേറെ ചർച്ചയായിരുന്നു. ചർച്ചയാകാനുള്ള കാരണം ഇതാണ്: അക്ബറും ഷാനവാസും തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ വീട്ടിൽ ഈ ദിവസങ്ങളിലൊക്കെ നടന്നിട്ടുണ്ട്. രണ്ടുപേരും രണ്ട് തട്ടിലാണ് എന്ന രീതിയിലാണ് ഇവരുടെ ഗെയിം മുന്നോട്ട് പോകുന്നതും. ഇപ്പോൾ ഇവരിൽ ഒരാൾ മറ്റൊരാളെ രക്ഷിച്ചതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു രഹസ്യ ധാരണയുണ്ടെന്നും ഇവർ രണ്ടുപേരും ഒരുമിച്ച് കളിക്കുകയാണെന്നും ബാക്കിയുള്ളവരെ പറ്റിക്കുകയാണെന്നുമുള്ള ഒരു അഭിപ്രായം വീട്ടിൽ പൊതുവെ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചർച്ച സജീവമായതോടുകൂടി അക്ബർ തൻ്റേതായ ഒരു വെർഷൻ ഉത്തരവുമായി എത്തിയിരിക്കുന്നു. അക്ബറിൻ്റെ വെർഷൻ അനുസരിച്ചുള്ള ഉത്തരം ഇങ്ങനെയാണ്: എൻ്റെ ഔദാര്യത്തിൽ ഷാനവാസിനെ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരികെ കയറ്റണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് ഗെയിം ഒരു ദിവസം ശേഷിക്കെ അവർ കളിച്ച് ജയിച്ച് തിരികെ വീട്ടിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ എൻ്റെ ഔദാര്യത്തിൽ അദ്ദേഹത്തെ ഞാൻ വീട്ടിലേക്ക് കയറ്റിയത്. അദ്ദേഹം സ്വയം കളിച്ച് ജയിച്ച് വീട്ടിൽ കയറി വന്നതല്ല, പകരം എൻ്റെ ഔദാര്യം കൊണ്ട് വീട്ടിലേക്ക് കയറാൻ സാധിച്ചതാണ്. തനിക്ക് ലഭിച്ച കോയിൻ അനുസരിച്ച് പവർ യൂസ് ചെയ്യുമ്പോൾ തൻ്റെ മനസ്സിൽ തൻ്റെ എതിരാളിയായ ഷാനവാസ് തൻ്റെ കാരുണ്യത്തിൽ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരികെ വരണം എന്ന ലക്ഷ്യമുണ്ടായിരുന്നു എന്നാണ് അക്ബർ പറയുന്നത്. പറയുന്ന കാര്യങ്ങളുടെ നിജസ്ഥിതി എന്തൊക്കെയായാലും നിലവിൽ പറയുന്ന സാഹചര്യത്തിൽ ഇത് ഒരു വിശ്വസിക്കാവുന്ന ഉത്തരമാണ്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥം എന്ത് എന്ന് മുന്നോട്ട് വരുന്നതനുസരിച്ച് അറിയാൻ കഴിയൂ. ഏതായാലും ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഗെയിമിലെ ബന്ധം എന്താണ് എന്നുള്ളതും ഇവർ രണ്ടുപേരും ഫേക്ക് ആണോ റിയൽ ആണോ എന്നതുമെല്ലാം ഈ ദിവസങ്ങളിൽ ബിഗ് ബോസ് വീട്ടിൽ ഏതായാലും ചർച്ചയാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ഈ വിഷയത്തിൽ ലാലേട്ടനോ ബിഗ് ബോസ് ടീമിനോ എന്തെങ്കിലും സൂചനകളുണ്ടെങ്കിൽ അത് ഈ വാരാന്ത്യത്തിലെ ലാലേട്ടൻ എപ്പിസോഡുകളിൽ പ്രദർശിപ്പിക്കുകയോ മറ്റ് മത്സരാർത്ഥികൾക്ക് കാട്ടിക്കൊടുക്കുകയോ ചെയ്യുമോ എന്നതും കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും പ്രേക്ഷകർക്കും സഹമത്സരാർത്ഥികൾക്കും സ്വീകാര്യമായ ഒരു മറുപടിയുമായി അക്ബർ ഈ വിഷയത്തിൽ എത്തിയിരിക്കുന്നു. ഈ ഒരു കാര്യം ജെന്യുവിൻ ആയിരിക്കുമോ അല്ലയോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് കമൻറ്റ് ചെയ്യൂ.